എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കാക്കാഷിയാണ് കാണിക്കുന്നത്. അവൻ രാത്രിയിൽ ഒരു കാട്ടിലൂടെ നടന്ന് അവന്റെ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നായ്ക്കളെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. ആക്ച്വലി കാക്കാഷി ഇപ്പൊ വലിയൊരു മിഷനിലാണ്. അവനിപ്പോ ഉള്ളത് ആക്കീസെന്റ് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. ഈ ഒരു വില്ലേജിലാണ് നിഞ്ചകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് രാജ്യത്തേക്ക് അവർ അയച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ആ ഒരു ഗ്രാമം 5 ഗ്രേറ്റ് നേഷൻസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വലിയൊരു വെപ്പൻ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാണ് ഇപ്പൊ കാക്കാഷി ഈ ഒരു മിഷൻ ഏറ്റെടുത്ത് ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയത്. കാക്കാഷി ഒട്ടനെ അവന്റെ പട്ടികളെല്ലാം തന്നെ ആ ഗ്രാമത്തിലേക്ക് അഴിച്ചുവിടും. അവർ ആ ഗ്രാമത്തിന്റെ മുക്കും മൂലയും അന്വേഷിച്ച് അവിടുന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് ഇപ്പൊ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പട്ടിക്കുട്ടികൾക്ക് അവിടുന്ന് യാതൊരു ക്ലൂവും കിട്ടില്ല. മാത്രമല്ല അവിടെയൊന്നും ഇപ്പൊ ഒരു മനുഷ്യന്മാരെ പോലും അവർക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഫക്കൂൺ പട്ടിക്കുട്ടി എന്തോ ഒരു കാര്യം കണ്ട് കാക്കാഷി അവിടേക്ക് വിളിച്ച് അത് കാണിച്ചു കൊടുക്കും. കാക്കാഷി ആവട്ടെ ആ ഒരു കാഴ്ച കണ്ട് ഇപ്പൊ ഷോക്കായി പോവും. അതായത് ആ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്ത അവിടുത്തെ മുതിർന്ന ഹൊക്കാഗയുടെ കുഴിമാടം പോലും ഇപ്പൊ കാണാനില്ല. അതിനർത്ഥം എന്തോ ഒരു വലിയ പ്രശ്നം ഇതിനോടകം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ 2 മുട്ടയൊക്കെ ഇട്ട നൂഡിൽസ് കഴിക്കാനായിട്ട് ചാടിത്തുള്ളി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ദൂരത്തായിട്ട് നാറയും സാക്കുറയും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ലെറ്ററൊക്കെ കൈമാറുന്നത് ഇപ്പൊ കുട്ടപ്പൻ കാണും. അത് കണ്ട് കുട്ടപ്പൻ ഓടി വന്ന്, ഓ അപ്പൊ നിങ്ങൾ തമ്മില് ഇപ്പൊ ലെറ്ററൊക്കെ കൈമാറി ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലേ. ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു ഒരു ഡേറ്റിങ്ങിന് വേണ്ടി, ഒരു തവണ പോലും നീ വന്നിട്ടില്ല. നമ്മൾ ഇത്ര നല്ല ഫ്രണ്ട്സ് ആയിട്ടും എന്നോട് ഇത് വേണ്ടായിരുന്നു സാക്കുറ എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചൂടാവാൻ തുടങ്ങും. അതിന് സാക്കുറ ടെൻഷനായിട്ട്, നിർത്തണടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ഞാൻ നാറയ്ക്ക് കൊടുത്തത് മെഡിക്കൽ സബ്സ്റ്റൻസിനുള്ള ലിസ്റ്റാണ്. അതവന്റെ പപ്പയെ ഉപയോഗിച്ചുകൊണ്ട് റിസർച്ച് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത്. അത് കേട്ട് കുട്ടപ്പന്റെ കാറ്റ് പോയി നിൽക്കുമ്പോഴായിരിക്കും അടുത്തൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുക. ടെമരിയും അവളുടെ സംഘവും ചേർന്ന് ഇപ്പൊ സാൻഡ് വില്ലേജിലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോവാണ്. അത് കേട്ട് ഷോക്കായിട്ട് ഇവിടെ നമ്മുടെ ആളുകൾ നിൽക്കുമ്പോ സാൻഡ് വില്ലേജിലാവട്ടെ ഇപ്പൊ ടെമരിയും കൂട്ടരും അവിടെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ആരംഭിക്കും. ആദ്യമായിട്ട് ഇപ്പൊ ടെമരിയും കൂട്ടരും ഒരുപാട് വെപ്പൻസ് അവിടെ നിരത്തി വെച്ച് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാനായിട്ട് കുട്ടികളോട് പറയും. അപ്പൊ സാൻഡ് വില്ലേജിലെ ഒരു പെൺകുട്ടി അവള് കൈ ഉയർത്തി, ഞങ്ങളെപ്പോലുള്ള കുട്ടികള് ഇത്ര ചെറുപ്പത്തിലെ വെപ്പൻസ് എടുക്കുന്നത് അത് തെറ്റല്ലേ? നെഞ്ചകൾ ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ എന്ന് അവളിപ്പോ ചോദിക്കും. ഇവളുടെ പേര് ആക്ച്വലി നച്ചുകി എന്നാണ്. അതിന് ടമരയും കങ്കൂറയും പറയും, ഒരു മിഷന് പോകുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ആയുധം വേണം. അതല്ല എങ്കിൽ ഒരിക്കലും ആ ഒരു മിഷനില് നമുക്ക് പിടിച്ചു നിൽക്കാനോ നമ്മുടെ ജീവൻ രക്ഷിക്കാനോ സാധിക്കില്ല എന്ന് പറയുമ്പോ അവളാവട്ടെ ഇപ്പൊ ടെൻഷനായിട്ട് തല കുനിച്ചു നിൽക്കും. അവളുടെ കൂടെ ഉണ്ടായിരുന്നവരും ഇപ്പൊ അവളെ കുറ്റപ്പെടുത്തുമ്പോ അവൾക്ക് ഒരുപാട് വിഷമാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്യുപ്മെന്റ് അത് തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആരാണോ ടീച്ചറായിട്ട് ആവശ്യം അവരുടെ അടുത്തേക്ക് പോകാന്ന് ടെമരി പറയും. അപ്പൊ ടെമരി ഇപ്പൊ ഗാറയെ നോക്കി, നീ ചെറുതായിട്ടൊന്ന് ചിരിക്കുക, അല്ലെങ്കിൽ കുട്ടികളാരും നിന്റെ മുഖം കണ്ട് പേടിച്ച് നിന്റെ അയലത്ത് വരില്ല. അപ്പോഴേക്കും കുട്ടികളാവട്ടെ ഇപ്പൊ പരസ്പരം പറയാൻ തുടങ്ങും, അവന്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരുപാട് പേടിയാവാണ്. അവൻ വളരെ ഡേഞ്ചറാണ്. അവന്റെ പവർ ഉപയോഗിച്ചാല് ഈ ഒരു ഗ്രാമം തന്നെ അവനെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ടീമാവട്ടെ ഇപ്പൊ ടെമരിയുടെ അടുത്തേക്ക് പോകും. ബാക്കി ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകള് ഇപ്പൊ കങ്കൂറയുടെ അടുത്തേക്കും നൈസായിട്ട് ചെല്ലും. പക്ഷെ ഡൗട്ട് ചോദിച്ച ആ ഒരു നക്ഷുകി പെണ്ണ് അവള് കറക്റ്റായിട്ട് ഇപ്പൊ ഗാറയുടെ അടുത്തേക്ക് തന്നെ ട്രെയിനിങ്ങിന് വരും. 1 മിനിറ്റ് ഇപ്പൊ ഗാറ പോലും ഷോക്കായിട്ട്, നിനക്ക് ഞാൻ തന്നെ ട്രെയിനിങ് തരണമെന്ന് ചോദിക്കും. അതിനവൾ തലയാട്ടുമ്പോ ഇവിടെ ടെമരിക്കും കങ്കൂറയ്ക്കും ഒരുപാട് സന്തോഷാവും. ഗാറ പതിയെ മുൻപോട്ട് വന്ന് അവളുടെ പേര് ചോദിച്ചിട്ട് അവിടെ നിരത്തി വെച്ച ഏതെങ്കിലും ഒരു ആയുധം അവളോട് എടുക്കാൻ പറയും. അപ്പൊ അതിന്റെ ഇടയിലായിട്ട് ഒരു ഷൈനിങ് ആയിട്ടുള്ള കത്തി അവൾ കാണും. അത് കണ്ട് പേടിച്ച് അവള് വലിയ അപകടമില്ലാത്ത ഒരു കട്ട എടുത്ത് കാണിക്കും. ഗാറ അത് കണ്ട ഉടൻ തന്നെ അത് വെച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ പറയും. അവൾ ആ കട്ട എടുത്ത് അടിക്കാൻ പോവും. പക്ഷെ ആ കട്ടയ്ക്കാവട്ടെ ഭയങ്കര വെയിറ്റ്. അവൾ അങ്ങനെ തന്നെ അതും കൊണ്ട് താഴെ വീഴും. ഗാറ പറയും, നിന്നെ കൊണ്ട് ഒരിക്കലും അതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നിന്നെ കൊണ്ട് പറ്റുന്നൊരു എക്യുപ്മെന്റ് എടുക്കാൻ പറയുമ്പോ അവള് പറയും, മാസ്റ്റർ തന്നെ എനിക്ക് പറ്റിയൊരു എക്യുപ്മെന്റ് അതെടുത്തു തരണം. അവൻ ഉടനെ ഇപ്പൊ റോപ്പ് ജാവൽ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് എടുത്ത് കാണിച്ചിട്ട് അതിനുണ്ടായിരുന്ന കയറ് അത് വലിച്ചെറിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കും. ഇത് നീ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ദൂരെ നിൽക്കുന്ന ശത്രുവിനെ പോലും നിനക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട്
നൈസായിട്ട് ലോക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ സാൻഡ് വില്ലേജിന്റെ പുറത്താവട്ടെ അവിടെയുള്ള ഒരുപാട് മിലിറ്ററി ഫോഴ്സ് ഗ്രാമത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇപ്പൊ കാവല് നിൽക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് 4 റോക്ക് നിഞ്ചാസ് അവിടേക്ക് ചാടി വീണ് കാവൽക്കാരെ എല്ലാവരെയും ഇപ്പൊ കൊന്നൊടുക്കാൻ തുടങ്ങും. ഒരുത്തനെ മാത്രം അടിച്ച് അവശനാക്കി അവർ ഗ്രാമത്തിലേക്ക് ഓടിക്കും. അവൻ ഓടി വന്ന് ഇപ്പൊ ടെമരിയോട് കാര്യം പറഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്ന് ഗാറയെ കാണണമെന്ന് പറയും. അതേ സമയത്ത് ഇവിടെ ആവട്ടെ ഗാറയും കക്ഷുകയും ഇവിടെ പൊരിഞ്ഞ പ്രാക്ടീസിലാണ്. അവൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പൊ അവളുടെ മനസ്സിലേക്ക് വരും. ഫ്ലാഷ് ബാക്കില് അവളുടെ മുന്നിലേക്ക് ഇപ്പൊ ഒരുപാട് കത്തി അത് ചീറിപ്പാഞ്ഞു വരും. അവളുടെ തൊട്ടു മുൻപിലായിട്ട് ഇപ്പൊ കത്തി കുത്തിക്കയറി ആരോ മരിച്ചു വീഴും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ഗാറ ആവട്ടെ അവളോട് എന്തു പറ്റി, എന്താ നീ ഷോക്കായിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവള് പറയും ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ഒരു കത്തിയുടെ കുത്തേറ്റാണ് എന്റെ പാരന്റ്സ് മരിച്ചു പോയത്. അവള് ചോദിക്കും ആക്ച്വലി എന്തിനാണ് ഇങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അതിന് ഗാറ ആവട്ടെ ഇപ്പൊ 1 മിനിറ്റ് നറൂട്ടോ കുട്ടപ്പനെ ചിന്തിച്ച് അവൻ പറയും നിന്നെ വിശ്വസിച്ചു വരുന്ന നിന്റെ കൂട്ടുകാരെ രക്ഷിക്കാനായിട്ട് നിനക്ക് ഈ ആയുധങ്ങളെല്ലാം തന്നെ ഉപകാരപ്പെടും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇപ്പൊ 4 നിഞ്ചകളും നമ്മുടെ ഗാറയെ സ്കെച്ചിടും. അതേ സമയത്ത് ഇവിടെ കുട്ടപ്പനും ആ ഒരു സെക്യൂരിറ്റി ആവട്ടെ ഗാറയുടെ അടുത്തേക്ക് വന്ന് നടന്നതെല്ലാം തന്നെ ഇപ്പൊ അവനോട് പറയും. ആക്ച്വലി ഗാറയ്ക്ക് ഈ ഒരു ടീമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഗാറയുടെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക നിഞ്ച ടെക്നിക്ക് അത് കൈക്കലാക്കാനാണ് അവരവിടേക്ക് വന്നത്. ഗാറ അത് കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഗാറയ്ക്ക് വേണ്ടപ്പെട്ട ഓരോരുത്തരായിട്ട് അവരെന്നേക്കുമായിട്ട് ഇല്ലാതാക്കി കളയും. അപ്പോ അതേ സമയത്ത് ഇവിടെ മക്ഷുകി ആവട്ടെ അവള് പ്രാക്ടീസ് ചെയ്തോണ്ടേയിരിക്കുകയാണ്. അവളുടെ തൊട്ടടുത്തേക്ക് ഇപ്പൊ 4 വില്ലന്മാരും കടന്നു വന്ന് നീയാണല്ലേ ഗാറയുടെ പ്രധാന ശിഷ്യ, തീർച്ചയായിട്ടും ആദ്യം നിന്നെ തന്നെ ബലി കഴിക്കാന്ന് പറഞ്ഞ് അവരാവട്ടെ ഇപ്പൊ അവളെയും തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നു പോവും. നമ്മുടെ ആൾക്കാര് ഇപ്പൊ അവിടേക്ക് ഓടി വരുമ്പോ അവളെ കാണില്ല. അവർക്ക് മനസ്സിലാവും ഇപ്പൊ ഈ ഒരു കാര്യം ജോനിയന്റെ കൗൺസിലിൽ അറിയിക്കണമെന്ന് പറഞ്ഞ് അവരാവട്ടെ നട്സുക്കി പ്രാക്ടീസ് ചെയ്ത ആ ഒരു വെപ്പനും എടുത്ത് ഇപ്പൊ അവിടേക്ക് പോകും. അവിടെയാണെങ്കിൽ ഇപ്പൊ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ ഒരു റോക്ക് നിഞ്ചാസ് ഇപ്പൊ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ലീഫ് വില്ലേജിന്റെ സഹായം തേടണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗാറ, കങ്കൂറ, ടെമരി അവരെ 3 പേരെയും കണ്ടുപിടിക്കണം എന്ന് പറയും. ഗാറ അത് കേട്ട് ഇപ്പൊ കൂളായിട്ട് പുറത്തേക്ക് പോവും. പക്ഷെ ടെമരി അവനത് തീരെ ഇഷ്ടപ്പെടില്ല. അവൻ പറയും അവർ ഓൾറെഡി ഇപ്പൊ ഇവിടേക്ക് വന്നത് ഗാറയെ കൊണ്ടുപോകാനാണ്, ഗാറയെ തട്ടിക്കൊണ്ടു പോകാനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവനെ ഈ ഒരു മിഷൻ അയക്കുന്നത് അതൊട്ടും ശരിയല്ല. പക്ഷെ ചീഫ് ആവട്ടെ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അത് കുഴപ്പമില്ല, നിങ്ങൾ 3 പേരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മിഷൻ അത് സക്സസ് ആവും. ഇവിടെ വില്ലന്മാര് ആ ഒരു മക്ഷുകയും തൂക്കിയെടുത്ത് ഇപ്പൊ ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊരുത്തൻ പറയും ഇനി ഒരു പക്ഷേ നമ്മുടെ പ്ലാൻ തെറ്റിച്ചുകൊണ്ട് ഗാറ വരാതിരിക്കോ. അത് കേട്ട് ബാക്കിയുള്ളവർ പറയും അങ്ങനെയാണെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ഓരോരുത്തരെയായിട്ട് നമ്മൾ ചുട്ടു കൊന്നുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരാവട്ടെ വില്ലന്മാരെ പിടിക്കാനായി 100-110 ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് സാൻഡ് വില്ലേജിൽ നിന്ന് ലീഫ് വില്ലേജിലേക്ക് ഒരു മെസ്സേജ് വരും. ഞങ്ങൾ വളരെ വലിയ അപകടത്തിലാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കണം. കാര്യം പിടികിട്ടിയ ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ നാറയെ വിളിച്ച് കാര്യങ്ങളെല്ലാം തന്നെ അവന് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തില് അവരെ ഹെൽപ്പ് ചെയ്യണം. മുൻപ് സാസുകയെ കണ്ടെത്താനായിട്ട് അവര് ഹെൽപ്പ് ചെയ്ത പോലെ ഇപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മൾ ബാധ്യസ്ഥരാണ്. നാറ ഉടനെ അവരുടെ മിഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കും. അതിൽ സാക്കുറയുടെ പേര് മാത്രം അവളിപ്പോ കാണില്ല. കാരണം അവള് മെഡിക്കൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. പക്ഷെ നാറ വിടില്ല. എനിക്ക് തീർച്ചയായിട്ടും അവളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. അത് കേട്ട ഉടനെ ഹൊക്കാഗെ ആവട്ടെ അതിന് സമ്മതിക്കും. അങ്ങനെ ലിസ്റ്റ് എല്ലാം റെഡിയാക്കി ലീ, നറൂട്ടോ, ചോച്ചി, സാക്കുറ അങ്ങനെ എല്ലാവരെയും കൂട്ടി അവരിപ്പോ മിഷന് വേണ്ടി ഗ്രാമത്തിലേക്ക് പോകാൻ തുടങ്ങും. കുട്ടപ്പൻ വന്ന ഉടനെ വായോ നമുക്കിപ്പൊ തന്നെ പോയി അവരെ എല്ലാവരെയും ഇടിച്ചു തെറിപ്പിക്കാന്ന് പറയുമ്പോ ആറ നൈസായിട്ട് ഇപ്പൊ കുട്ടപ്പനെ തോണ്ടിയെടുത്ത് പുറകിലേക്കിടും. എന്നിട്ട് പറയും ഈ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ അത് ഞാനാണ്. ഇത്തവണ നമ്മള് 2 ഗ്രൂപ്പായി തിരിഞ്ഞിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുക. ആരെങ്കിലും ഒറ്റയ്ക്ക് സ്മാർട്ട് ആവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവന്റെ സൂക്കേട് ഞാൻ മാറ്റുമെന്ന് ഒരു വാണിംഗ് കൊടുക്കും. മാത്രമല്ല സാക്കുറ, നെജി, ഹിനട്ട, കിബ, ടോച്ചി അവരൊരു ടീമായിട്ട് ഇപ്പൊ മറ്റൊരു വഴിയിലൂടെയാണ് വരിക. പ്രധാനമായിട്ടും അവർ ഫൈറ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് ടൈം അത് വേസ്റ്റ് ആയി പോകും. എല്ലാവരും ചെന്ന് അവരുടെ ട്രാപ്പിൽ പെട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ രക്ഷിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. മാത്രമല്ല സാക്കുറ മെഡിക്കൽ നിഞ്ചയാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവളെ കൊണ്ട് മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് തരാൻ കഴിയൂ. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറയും ഷിനോയും കിബയും അങ്ങനെ എല്ലാവരും ചേർന്ന് അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മുഴുവനായിട്ടും സെർച്ച് ചെയ്യുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.